ഞാൻ കാലടി എസ് മുരളീധരൻ, കാലടി SNDP ലൈബ്രറിയുടെ സെക്രട്ടറിയാണ്. എൻ്റെ അടുത്തിരിക്കുന്നത് ലൈബ്രറിയുടെ പ്രവർത്തകയായ രാധ മുരളീധരൻ. ഈ വായനശാലയുടെ ഒരു പ്രസിദ്ധീകരണ വിഭാഗമുണ്ട്, ബുധസംഗമ ബുക്സ്. നമ്മൾ 15ഓളം പുസ്തകങ്ങൾ ഈ വായനശാല പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ 15ാമത്തെ പുസ്തകത്തെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇപ്പോൾ അവസാനം പുറത്തിറക്കിയ പുസ്തകമാണ് യതി ജ്ഞാനസരണി എന്ന പുസ്തകം. നിത്യചൈതന്യയതിയുടെ ജന്മശതാബ്ദി സ്മരണികയാണിത്. നിത്യചൈതന്യയതി എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്ന നടരാജ ഗുരുവിന്റെ ശിഷ്യനായ നിത്യ ചൈതന്യയതിയാണ്. അദ്ദേഹത്തെ ജനിച്ചിട്ട് 100 വർഷമായപ്പോൾ നമ്മൾ ആ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് പുറത്തിറക്കിയ പുസ്തകമാണ് യതി ജ്ഞാനസരണി എന്നത്. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു വായനശാല മലയാളത്തിൽ പുറത്തിറക്കുന്ന ഏറ്റവും വലിയ പുസ്തകമാണിത്. 865-ലധികം പേജുകളുണ്ട്. മറ്റൊന്ന്, നിത്യചൈതന്യതയെ കുറിച്ച് ഇതേവരെ ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഒരു പുസ്തകമാണ്, വലിയ റെഫറൻസ് പുസ്തകമാണ്. യതിയുടെ ജീവിതം, അദ്ദേഹത്തിന്റെ കുറിച്ചുള്ള അനുസ്മരണങ്ങൾ, അദ്ദേഹം എഴുതിയ മുഴുവൻ കൃതികളുടെയും പഠനങ്ങളുടെ സമാഹാരം, അദ്ദേഹത്തിന്റെ കൃതികളുടെ അവതാരികകൾ, ഇതെല്ലാം തന്നെ ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ ജീവിതത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ആർക്കും സമീപിക്കാവുന്ന ഒരു നല്ല പുസ്തകമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. മലയാളത്തിൽ ഒരു എഴുത്തുകാരന്റെ മുഴുവൻ പുസ്തകങ്ങളുടെയും പഠനങ്ങളുടെ സമാഹാരം വരുന്നത് ഇത് ആദ്യമായിട്ടാണ്. അങ്ങനെ 2-3 തരത്തിൽ ഇത് ചരിത്രത്തിന്റെ ഭാഗമാകുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് പ്രബുദ്ധ കേരള മാസികയുടെ പത്രാധിപരായ സ്വാമി നന്ദാത്മജാനന്ദയാണ്. അതുപോലെ ശശി മേമുറി, പ്രമോദ് കുരമ്പാല തുടങ്ങിയ ആർട്ടിസ്റ്റുകളോടൊപ്പം പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ ചേർന്നിട്ടാണ് ഈ പുസ്തകത്തില് ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. അതുപോലെ 160-ലധികം എഴുത്തുകാർ, സ്വാമി മുനിനാരായണ പ്രസാദ് തുടങ്ങിയ ധർമ്മചൈതന്യ തുടങ്ങിയ ഷൗക്കത്ത്, നിത്യചൈതന്യയുടെ പ്രധാനപ്പെട്ട എല്ലാ അനുയായികളും ശിഷ്യന്മാരും എല്ലാം തന്നെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. അത് ഷൗക്കത്തും, മുക്താനന്ദ യതി, സത്യവതി അമ്മ, ഗുരുശരൺ ജ്യോതി എന്നിങ്ങനെ ഒത്തിരി പേരുണ്ട്. ആ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത, കേരളത്തിലെ മിക്കവാറും എല്ലാ സന്യാസ ആശ്രമങ്ങളുടെ പ്രതിനിധികളും ഇതിനകത്ത് എഴുതിയിട്ടുള്ളതാണ്. ഇപ്പോ നാനാജാതി മതത്തിൽപ്പെട്ട ആളുകൾ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളൊരു സമാഹാരം കൂടിയാണിത്. ഇതില് കാലടി സമീക്ഷയിലെ ഫാദർമാർ എഴുതിയിട്ട് മാത്യു കിലുക്കൻ, കാലടിയിലെ മാത്യു കിലുക്കൻ അച്ഛൻ എഴുതിയിട്ടുണ്ട്, ആസീസ് കുന്നപ്പള്ളി. അതുപോലെ തന്നെ ഈ പുസ്തകത്തിൽ നാനാജാതി മതസ്ഥരായ ആളുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ചവറ കൾച്ചറൽ സെന്ററിലെ ഫാദർ അനിൽ ഫിലിപ്പ്, സത്യദീപത്തിന് മുൻ പത്രാധിപരായിരുന്ന ഫാദർ മാത്യു കിലുക്കൻ, സമീക്ഷയിലെ വൈദികര്, അതുകൂടാതെ അസീസ് കുന്നപ്പള്ളി, CH മുസ്തഫ മൗലവി തുടങ്ങിയ പണ്ഡിതന്മാർ, അതുകൂടാതെ കൃഷ്ണൻ നമ്പൂതിരി സാറ് തുടങ്ങിയ വ്യത്യസ്തമായ ആളുകൾ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത് എഴുതിയ ഏറ്റവും പ്രായം കുറഞ്ഞ ആളെന്ന് പറയുന്നത് ഇപ്പോൾ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ആയിഷ ഫൗസിക്കാണ്. ഏറ്റവും പ്രായം കൂടിയ ആള് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായിട്ട് വിരമിച്ച് ഇപ്പോഴും സജീവമായി സാമൂഹ്യ പ്രവർത്തന രംഗത്തുള്ള ജസ്റ്റിസ് K സുകുമാരനാണ്. അങ്ങനെ വലിയ നിര ഈ പുസ്തകത്തിൽ 165-ലധികം എഴുത്തുകാരുടെ ഒരു വലിയ നിരയാണ് ഈ പുസ്തകത്തിലുള്ളത്. അത് തന്നെ പുസ്തകത്തിന്റെ വലിയൊരു പ്രാധാന്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യസ്തമായ സന്യാസ ആശ്രമങ്ങളെ പ്രതിനിധീകരിച്ചുള്ള ആളുകൾ ഒരുമിക്കുന്ന ഒരു പുസ്തകമാണിത്. അത് കാലടിയിലെ ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമം, അതുപോലെ മാതാ അമൃതാനന്ദമയ മഠം, ശിവഗിരി മഠം, നാരായണ ഗുരുകുലം, അങ്ങനെ വ്യത്യസ്തമായ ആശ്രമങ്ങളുടെ പ്രതിനിധികൾ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പുസ്തകത്തില് ഉള്ള വിഷയങ്ങളാണ് വൈവിധ്യമാർന്ന വിഷയം. നിത്യചൈതന്യയതി മലയാളത്തിൽ വൈവിധ്യമാർന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പഠനങ്ങൾ അങ്ങനെ അപ്പൊ വരുമ്പോൾ വൈവിധ്യമാർന്നതാണ്. അതായത് മനഃശാസ്ത്രം, ഫിലോസഫി, മറ്റ് തത്വചിന്ത, സിനിമ, കല, ആരോഗ്യം, ആയുർവേദം തുടങ്ങിയ വ്യത്യസ്തമായ മേഖലകൾ, സാഹിത്യം, വേദാന്തം ഒക്കെ അടങ്ങിയ വ്യത്യസ്തമായ മേഖലകളിലുള്ള പഠന ലേഖനങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. അതായത് അതാത് വിഷയത്തിൽ പ്രഗത്ഭരായ അതാത് മേഖലകളിലുള്ള ആളുകളാണ് ആ വിഷയത്തെ കുറിച്ച് എഴുതുന്നത്. ഇപ്പോൾ അത് ആയുർവേദ ഡോക്ടറുണ്ടാവും, അലോപ്പതി ഡോക്ടർമാരുണ്ട്, ഹോമിയോപ്പതിയുടെ ഡോക്ടർമാരുണ്ട്,
അതുപോലെ തന്നെ കലയുടെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റിയിലെ ഒരുപാട് അധ്യാപകർ, ഫിലോസഫി അധ്യാപകരും കല പഠിക്കുന്ന ആളുകളും ഒക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഡോക്ടർ ബിപിൻ ബാലേന്ദ്രൻ, ഡോക്ടർ പി ജെ സണ്ണി തുടങ്ങിയ വ്യത്യസ്തമായ മേഖലകളിൽ വ്യാപരിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടമാണ് ഈ പുസ്തകത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മലയാളത്തിൽ ഈ പുസ്തകത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ജാതിക്കും മതത്തിനും എതിരായിട്ട് ഒരു മാനവ സമൂഹമാണ് നമുക്കിവിടെ കെട്ടിപ്പടുക്കേണ്ടത് എന്ന് പറയുന്ന വലിയ ശ്രീനാരായണ ദർശനത്തിന്റെ പ്രയോക്താവായിരുന്നു, അതിന്റെ വക്താവായിരുന്നു നിത്യചൈതന്യം. ആ സന്ദേശം ഗുരുവിന്റെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് ഇതെന്ന ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശത്തെ ലോകം മുഴുവൻ പ്രചരിപ്പിച്ച ഒരു വലിയ വ്യക്തിയാണ് ഗുരു നിത്യചൈതന്യം. നിത്യചൈതന്യയുടെ പുസ്തകത്തിലും അതേപോലെ തന്നെയാണ് വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ സുപ്രധാനമായ ഒരു പുസ്തകമാണ് ഇത്. ലളിതമായ ഭാഷയിലാണ് മിക്കവാറും എല്ലാവരും എഴുതിയിട്ടുള്ളത്. കടുകട്ടിയായ വേദാന്ത വിഷയങ്ങൾ പോലും വളരെ ലളിതമായി സാധാരണക്കാർക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് പുസ്തകം വലുതാണെങ്കിലും വളരെ ലളിതമായിട്ട് നിത്യ ചൈതന്യതയെ കുറിച്ചുള്ള ഈ പുസ്തകം നിത്യപാരായണത്തിന് ഉതകും എന്ന രീതിയിലാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ലളിതമായിട്ടൊരു നോവൽ അല്ലെങ്കിൽ കഥ വായിക്കുന്ന പോലെ കുറച്ച്, അല്ലെങ്കിൽ ഒരു നല്ല രസകരമായ ഒരു ജീവചരിത്രം വായിക്കുന്ന പോലെ, ആത്മകഥ വായിക്കുന്ന പോലെ നമുക്കിത് വായിക്കാൻ പറ്റും. ഇതിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ആളുകളിൽ ഒരുപാട് പേര് എഴുതിയായിട്ട് നേരിട്ട് നിത്യചൈതന്യയായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ആളുകളായതുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ നിന്നൊന്ന് വാക്കുകളാണ്. പക്ഷെ ഷൗക്കത്തൊക്കെ എഴുതിയിരിക്കുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയ ദ്രവീകരണ ശേഷിയുള്ളതാണ്. അതായത് ഹൃദയത്തിൽ നിന്ന് വാക്കുകൾ മനോഹരമായിട്ട് അവർ അതേപടി പകർത്തിയിട്ടുണ്ട്. തനൂജ ഭട്ടതിരി തുടങ്ങിയ ഒരുപാട് പേര് ഈ പുസ്തകത്തിന്റെ കൂടെ സഹകരിച്ചിട്ടുണ്ട്. സഹകരിച്ച എല്ലാവർക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. യതിജ്ഞാന സരണി എന്ന ഈ പുസ്തകത്തിന്റെ ചീഫ് എഡിറ്റർ ആയിട്ടുള്ളത് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ വ്യാകരണ വിഭാഗത്തിന്റെ ആയിരുന്ന ഡോക്ടർ എം പി നടേശനാണ്. അതുപോലെ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള പി ആർ ശ്രീകുമാർ, ജയരാജ് ഭാരതി, എം വി ജയപ്രകാശ്, കാലടി എസ് മുരളീധരൻ തുടങ്ങിയവരാണ് ഇതിന്റെ എഡിറ്റർമാരായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ ആർട്ട് വർക്കുകൾ മുഴുവൻ ചെയ്തിട്ടുള്ളത്, ഇതിനകത്ത് കയ്യെഴുത്തുകൊണ്ട് മനോഹരമാക്കിയിട്ടുള്ളത് ജയപ്രകാശ് ഒക്കൽ എന്ന് പറയുന്ന കാലടി എസ് എൻ ഡി പി ലൈബ്രറിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ വ്യക്തിയാണ്. ഈ പുസ്തകം ഞങ്ങളുടെ 2 വർഷക്കാലത്തെ പ്രവർത്തനമാണ്. നിത്യചൈതന്യജിയുടെ ജന്മശതാബ്ദിയുടെ സ്മരണയ്ക്കായിട്ട് ഒരു പുസ്തകം ഇറക്കണം നമ്മൾ ആഗ്രഹിച്ചു. അതിന്റെ പഠനത്തെ കുറെ പേരോട് നമ്മൾ ലേഖനങ്ങൾ ക്ഷണിച്ചു. അപ്പോൾ വളരെ കുറച്ച് ലേഖനങ്ങളാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് നല്ല ശ്രമം നടത്തിയപ്പോൾ മുനി നാരായണ പ്രസാദ് തുടങ്ങിയ പ്രശസ്തരായ ആത്മീയ നേതാക്കളുടെ അനുഗ്രഹവും അവരുടെ നിർദ്ദേശപ്രകാരവും നമ്മൾ ഈ പുസ്തകത്തിൽ വിപുലീകരിക്കുകയും പരമാവധി പേര് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ, UK നിന്ന് സലീന സദാശിവൻ, ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നുള്ള ആളുകളെല്ലാം എഴുതി ചേർത്തുകൊണ്ട് അവരോടെല്ലാം തന്നെ നല്ല ലേഖനങ്ങൾ ക്ഷണിച്ചുകൊണ്ട് അവിടുന്ന് ലേഖനങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പുസ്തകത്തെ തയ്യാറാക്കിയത്. ചാലക്കുടിയിലുള്ള നിർമ്മല പ്രസിലാണ് പുസ്തകത്തിന്റെ അച്ചടി നടന്നത്. പുസ്തകത്തിന്റെ കവർ ചിത്രം വരച്ചത് നന്ദാത്മനാനന്ദ സ്വാമിയാണ്. അതിനകത്ത് നിത്യചൈതന്യത്തിന്റെ കയ്യെഴുത്തുകൾ നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അമ്പാടിക്കണ്ണൻ, ജിനിൽ മണികണ്ഠൻ തുടങ്ങിയവരാണ് ഈ കവർ ഡിസൈൻ ചെയ്തത്. പുസ്തകത്തിന്റെ മറ്റു പ്രവർത്തനങ്ങളെല്ലാം തന്നെ സന്തോഷ് എന്ന് പറയുന്ന സന്തോഷ് പെരുമ്പാവൂരുള്ള സന്തോഷ് ഇതിന്റെ ലേഔട്ടിൽ സഹായിച്ചിട്ടുണ്ട്. ചാലക്കുടി പ്രസിലെ ഉള്ള ജീവനക്കാർ ഇതിന്റെ ലേഔട്ടിൽ നമ്മളോട് കൂടെ നിന്നിട്ടുണ്ട്. മനോഹരമായി അച്ചടിച്ചു തന്നത് ചാലക്കുടിയിലെ നിർമ്മല പ്രസാദ്.